നമസ്കാരം. നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. പക്ഷേ ഇങ്ങനെ ഹിറ്റായിട്ട് ഓടുമ്പോഴും ചിലർക്ക് അതങ്ങോട്ട് പിടിക്കുന്നില്ല. തമിഴ്നാട്ടിൽ ഈ സിനിമ വളരെ വലിയ ഒരു വിജയം നേടി മുന്നോട്ട് പോവുകയാണ്. അവിടെ ഭയങ്കര ചർച്ചാ വിഷയമാണ് മഞ്ഞുമൽ ബോയ്സിലെ കഥയും അതെടുത്തിരിക്കുന്ന രീതികളും എല്ലാം. ഈ സിനിമ ഓഡിയൻസിനെ ലാസ്റ്റ് വരെ ക്ലൈമാക്സ് വരെ പിടിച്ചിരുത്തും. നമ്മൾ അതിൻ്റെ സിനിമയുടെ കഥകളിലേക്കൊന്നും കടക്കുന്നില്ല. ഇനിയും കാണാത്തവരുണ്ടാകാം, അവരെല്ലാം പോയി കാണട്ടെ. ആ ക്ലൈമാക്സ് രംഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇരുന്ന് ആരും കണ്ടുപോകും. ചുരുക്കം പറഞ്ഞാൽ കുറേ ഫ്രണ്ട്സ് കൂടി ചേർന്ന് ടൂർ പോകുമ്പോൾ ഗുണ കേവ് കാണാൻ പോകുന്നു. ഗുണ കേവിൽ അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ ചുരുക്കം. ആ സമയത്താണ് ഒരു മലയാളി നടി അവരുടെ സിനിമയും അതേ സമയത്ത് റിലീസ് ചെയ്തത്. പക്ഷെ മഞ്ഞുമൽ ബോയ്സിന് ആൾക്കാർ കൂടുന്നു, അവരുടെ പടത്തിന് ആൾ കുറവാണ്. ഇതെങ്ങനെ സഹിക്കും? പിന്നെ പറയണോ പൂരം? അപ്പം അങ്ങനെ സഹിക്കാൻ വയ്യാത്ത ആ നടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. ஆக்சுவலா நான் பிராங்கா சொல்லணும்னா இங்க நீங்க வச்சு மலையாள மூவிஸ் கொண்டாடுற அளவுக்கு அங்க தமிழ் மூவிஸ் யாருமே கொண்டாட மாட்டாங்க. பிராங்கா சொல்றேன் நான். சின்ன மூவியா தான் போவாது. வந்தது கூட தெரியாது. നിങ്ങൾ ഇവിടെ വലിയ ഹൈപ്പെല്ലാം കൊടുത്ത് മലയാള സിനിമയെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് പോലെ ഈ ചെറിയ സിനിമയെ നിങ്ങൾ വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് കൊണ്ടുപോകുന്ന പോലെ കേരളത്തിൽ ഇതും ആരും കൊണ്ടുപോകത്തില്ല. കേരളത്തിൽ ചെറിയ മൂവിയായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. வந்தது கூட தெரியாது, போறது கூட தெரியாது. அங்க நம்ம ஹிட் பண்ணி விடுவாங்கன்னா ஜஸ்ட் விஜய் சார் மூவி மட்டும்தான். അവിടെ കേരളത്തിൽ തമിഴ് സിനിമ ഓടുവാണെങ്കിൽ വിജയുടെ സിനിമകൾ മാത്രമേ ഓടൂ, വലിയ ഇത് ട്രെൻഡിങ്ങിലൊക്കെ ഓടത്തുള്ളൂ എന്നൊക്കെയാണ് ഈ നടി അവിടെ പറയുന്നത്. വിജയ് സാറിന്റെ മൂവി മാത്രം. തമിഴ്നാട്ടിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ കേരളത്തിലെ മൂവി തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് ഇത്രയും ഹൈപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ചുരുക്കം പറയുന്നത്. അപ്പോൾ ഞാനിത് ആലോചിച്ചത് എന്താ ഇങ്ങനെ പറയുന്നതെന്ന്. പിന്നെയാണ് കാര്യം പിടികിട്ടിയത്. ഈ നടിയുടെ ഒരു സിനിമ കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു. ആ സിനിമയുടെ പേര് അരിമപ്പെട്ടി ശക്തിവേൽ. മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് തന്നെയാണ് ആ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പം ഇതാരാണ് ഈ നടി എന്ന് എനിക്കും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ കുറേ കറങ്ങിയതിന് ശേഷം എനിക്ക് ഇതാരാണെന്ന് പിടികിട്ടിയത്. ഈ നടി ആരാണെന്ന് ചോദിച്ചാൽ 2017 റിലീസ് ചെയ്ത ഉറുതിക്കോൽ എന്ന ചിത്രത്തിലൂടെയാണ് മേഘന സിനിമയിലേക്ക് വരുന്നത്. ശേഷം ബൈരി, IPC 376 തുടങ്ങിയ സിനിമകളിലും പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ പേരൊക്കെ ഞാൻ ഇന്നാണ് കേൾക്കുന്നത് ഇത് കണ്ടപ്പോൾ. മറ്റുള്ളവർക്ക് നിങ്ങളെ ആരും കേട്ടിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനൊരു നടിയെ എനിക്ക് അറിയത്തുമില്ല. മേഘന അഭിനയിച്ച ആ സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വന്നപ്പോൾ മാധ്യമപ്രവർത്തകരോട്, അവിടെ വന്ന റിവ്യൂ എടുക്കാൻ വരുന്ന ആൾക്കാരോട് പറഞ്ഞതാണ് ഈ കാര്യം. ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ആദ്യം തുടങ്ങുന്നത് ഞാനൊരു മലയാളിയാണ്. ഞാൻ കണ്ടിടത്തോളം കേരളത്തിൽ ഈ സിനിമയ്ക്ക് വലിയ സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. സിനിമ ഒരു നോർമലായിട്ട് ഓടിപ്പോകുന്നു. നിങ്ങൾ എന്തിനാണ് ഈ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് ഇതിനെ ഇത്രയും ആഘോഷമാക്കാൻ എന്തിരിക്കുന്നു? ഇതൊരു ചെറിയ സിനിമയല്ലേ, നിങ്ങൾ ഇതിനെ ആഘോഷമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് നടി പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഞാൻ അഭിനയിച്ച സിനിമയിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ എത്രയോ സീനുകളുണ്ട്, അതിനെപ്പറ്റി എന്താ ചർച്ചയാകാത്തത്? ഇതിനെ നമ്മൾ ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു അസൂയ എന്ന് പറയാം. നല്ല സിനിമയാണെങ്കിൽ നല്ലൊരു കഥയും നല്ലൊരു സിനിമയാണെങ്കിൽ എവിടെ കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും, ഏത് നാട്ടിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ, ഭാഷ അറിയത്തില്ലെന്ന് പറഞ്ഞാലും ഹിറ്റാകുമെന്ന് പല സിനിമകളും നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ മലയാളി എന്ന് പറയുന്ന ഈ മേഘന എന്ന നടിയുടെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് മലയാളികളുടെ വില കളയാൻ എന്നേ നമുക്ക് പറയാൻ പറ്റൂ. ഇത് പണ്ടൊരു ചൊല്ലുണ്ട്, അങ്ങാടി തോറ്റതിന്, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എന്തായാലും മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് തമിഴ്നാട്ടിൽ പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത് മൊത്തവും. തമിഴ്നാട്ടിലുള്ള റിവ്യൂസ് എല്ലാം പറയുന്നത് വിജയ്ക്ക് ഒരു ദിവസം ഒരു സിനിമയ്ക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ കേരളത്തിൽ അവർ 15 സിനിമ എടുക്കുമെന്നാണ്. ഇങ്ങനെയുള്ള നല്ല സിനിമകൾ എടുക്കുമെന്നാണ്. ஆக்சுவலா இங்க நம்ம விஜய் சாருக்கு தர சம்பளத்துல அங்க 15 படம் எடுத்துருவோம். நீங்க மலையாளத்துல அந்த 150-160 கோடியை கொடுத்தீங்கன்னா இந்த மஞ்சுமல் பாய்ஸ் மாதிரி ஒரு 15 படம் அவங்க எடுப்பாங்க. நல்ல படம் வரும். അവർ പറയുന്നത് വിജയുടെ സിനിമയ്ക്ക് കൊടുക്കുന്ന പൈസയുടെ പകുതി കൊടുത്താലും
കേരളത്തിൽ അവർ ഇതുപോലെ നല്ല നല്ല കഥകൾ ഉണ്ടാക്കി നല്ല നല്ല സിനിമകൾ എടുത്തു തരും. അത് നമുക്ക് ഇവിടെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ 11 ദിവസമേ ആയിട്ടുള്ളൂ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തിട്ട്. അപ്പോൾ അപ്പോഴും ഭയങ്കര ഹൗസ്ഫുള്ളായിട്ടാണ് ഓടുന്നത്, നല്ല കളക്ഷനാണ് എന്നൊക്കെയാണ് തമിഴ്നാട്ടിലുള്ള റിവ്യൂവേഴ്സും തമിഴ്നാട്ടിലെ സിനിമ കണ്ട് ഇറങ്ങുന്ന ഓഡിയൻസും എല്ലാം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം എന്തായാലും അതിൻ്റെ കൂടെ തന്നെ റിലീസ് ചെയ്ത മറ്റൊരു നടിയുടെ സിനിമ, ഈ പറയുന്ന മേഘന എന്ന് പറയുന്ന നടിയുടെ സിനിമ, അത് അത്രയും ഹൈപ്പോടെ ഓടുന്നില്ല. അപ്പോൾ ചെറിയൊരു കുശുമ്പും അസൂയും ഒക്കെ തോന്നും. പക്ഷേ മലയാളികളുടെ വില കളഞ്ഞു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു മലയാളി തന്നെ ഒരു കേരളത്തെക്കുറിച്ചും കേരളത്തിലെ സിനിമയെക്കുറിച്ചും, ഒരു സിനിമാ നടിയാണെന്ന് ഓർക്കണം, സിനിമയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.